എല്ലാവരും ഇത്ര 100 പേര് ഇടിച്ചിട്ട് നിങ്ങൾ ഇടിക്കുവാണ് കേറുവാ എംഎൽഎ കണ്ടോണ്ടിരിക്കുക 100 പേര് ഇടിച്ച് എന്റെ ഫോൺ സ്പോട്ടിൽ പോയി ചുമ്മാ തെരുവിളിക്കുന്നതാണ് ഞാൻ ഒരു കുഴപ്പമില്ല ഞാൻ ഒന്നിനും പോയൊന്നുമില്ല റോഡിട്ട് ഇമ്മയിലടിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. കോട്ടയം ചങ്ങനാശ്ശേരി നഗരത്തിൽ ഇന്നലെ രാത്രി 9:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ആർക്കേഡിന് സമീപത്തു കൂടിയാണ് മാതാപിതാക്കൾക്കൊപ്പം ഈ പെൺകുട്ടി നടന്നുപോയത്. ആ സമയം ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവ് ഈ പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുകയും അതിക്രമം കാട്ടുകയുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വ്യാപാരികളും ചേർന്ന് ഈ യുവാവിനെ അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു. പിന്നീട് ചങ്ങനാശ്ശേരി പോലീസിൽ വിവരമറിയിക്കുന്നു. ഇതിന് ശേഷം ഈ യുവാവിൻ്റെ മറ്റ് 2 സുഹൃത്തുക്കൾ ആ വഴി കടന്നു വരികയും ഇത് കണ്ടുകൊണ്ട് ഇയാളെ പിടിച്ചു നിർത്തിയ വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും നാട്ടുകാർക്കും നേരെ മുളക് സ്പ്രേ പ്രയോഗിക്കുകയുമായിരുന്നു. ഈ ഒരു സമയത്ത് ഈ അക്രമി ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ മുളക് സ്പ്രേ പ്രയോഗിച്ച 2 യുവാക്കളെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് അവരെ പിടികൂടി. ഈ ഒരു സമയത്ത് തന്നെ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും ഈ സ്ഥലത്തേക്ക് എത്തുന്നു. പിന്നീട് MLAയും പോലീസിനെ വീണ്ടും ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ഏറെ നേരം വൈകിയാണ് പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ ആരോപിക്കുന്നത്. ഈ പോലീസ് സ്ഥലത്തെത്തിയ സമയത്ത് MLA പോലീസിനെ ശകാരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയും വരാൻ വൈകിയതെന്ന് ചോദിച്ചുകൊണ്ട് ശകാരിക്കുകയും ചെയ്യുന്നൊരു സംഭവമുണ്ടായി. ഈ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ പ്രതി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ആ മുളക് സ്പ്രേ പ്രയോഗിച്ച മറ്റ് 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരെ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഈ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ വ്യക്തിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ചങ്ങനാശ്ശേരി പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും ഇന്നലെ രാത്രി 9:15 കൂടി ചങ്ങനാശ്ശേരി നഗരമധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. മാതാപിതാക്കൾക്കൊപ്പം നടന്നുപോയ ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിൽ യുവാവിന്റെ ഭാഗത്തു നിന്നും അതിക്രമം ഉണ്ടായത്. ഈ അതിക്രമം നടത്തിയ പ്രതി അല്പസമയത്തിനകം തന്നെ അയാളെ പിടികൂടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.